2026 വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ. പോട്ടെ, കുറച്ചെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ഒക്കെ അറിയാം, ബട്ട് ആ ഒരു സ്കില്ല് ഒന്ന് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആളാണ്. സോ ഈ ഒരു സീരീസ് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ചെയ്യും. കാരണം ഇതിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ബേസിക് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് അഡ്വാൻസ് ലെവലായിട്ടുള്ള വീഡിയോ എഡിറ്റിങ്ങും എല്ലാം നമ്മൾ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഈ ഒരു സീരീസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിൽ പ്രോ ആയിട്ട് മാറും. സോ ഈ ഒരു ഫസ്റ്റ് സീരീസിൽ നമ്മൾ ക്യാപ്കട്ടാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ VN-ഉം ലൈറ്റ് മോഷനും അടക്കമുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ പഠിപ്പിച്ചു തരും. മൊബൈലിലാണ് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നത്. സോ ഇതിൽ നമുക്ക് ക്യാപ്കട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് തൊട്ട് അതിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ടൂൾസും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അല്ലാതെ ലാഗാക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മൾ ആദ്യം പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ക്യാപ്കട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ അതിൽ പ്രോ എങ്ങനെ അൺലോക്ക് ചെയ്യാം, പിന്നീട് അതിലുള്ള ഓരോ ഓപ്ഷൻസും ടൂൾസും അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ യൂസസ് എന്താണെന്നൊക്കെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. സോ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല രീതിയിൽ യൂസ് ആകും. എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കി ഞാൻ പറഞ്ഞുതരാം. സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ആദ്യം പറഞ്ഞുതരാനായിട്ട് പോകുന്നത് ക്യാപ്കട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡിനും iOS-നും ഉള്ള ക്യാപ്കട്ട് പ്രോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ആൻഡ്രോയിഡ് യൂസറാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. സോ ആ ഒരു ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം അതിൽ ഞാൻ ക്യാപ്കട്ട് പ്രോൻ്റെ ഫയൽ ഇട്ടിട്ടുണ്ട്. സോ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ iOS യൂസർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഒരു റീല് ഇട്ടിട്ടുണ്ട്. സോ ആ റീലിൻ്റെ ലിങ്കിൽ കയറിയിട്ട് ആ റീല് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ ആ റീലിൽ ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ക്യാപ്കട്ട് പ്രോ iOS-ൽ എടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം. സോ ക്യാപ്കട്ടിൽ കയറുന്നതിന് മുന്നേ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് VPN കണക്ട് ചെയ്യുക എന്നുള്ളത്. സോ നല്ല 2 VPNs ആൻഡ്രോയിഡിനും iOS-നും പറ്റിയ VPN ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോയി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ക്യാപ്കട്ടിൽ കയറുന്നതിന് മുന്നേ മസ്റ്റായിട്ടും ടേൺ ഓൺ ചെയ്ത് വെക്കുക. ആൻഡ് UK-യോ US-ഓ റീജിയൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ടേൺ ഓൺ ചെയ്യുക. ബിക്കോസ് നമുക്ക് കുറേയധികം ഫീച്ചേഴ്സ് ആ ഒരു റീജിയനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കുറേ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും ആ റീജിയൻ സെലക്ട് ചെയ്തിട്ട് VPN കണക്ട് ചെയ്തതിന് ശേഷം മാത്രം ക്യാപ്കട്ടിൽ കയറുക. അല്ലെങ്കിൽ ക്യാപ്കട്ട് വർക്കാവുന്നതല്ല, ഇൻ്റർനെറ്റ് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ ക്യാപ്കട്ട് ഇൻസ്റ്റാൾ ചെയ്തതിനുള്ള ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, സ്ക്രീൻ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്യാപ്കട്ടിൽ കയറുന്നതിന് മുന്നേ VPN മസ്റ്റായിട്ട് കണക്ട് ചെയ്യണം. സോ ഞാൻ ഇവിടെ iOS-ൽ VPN ആണ് കാണിച്ചിരുന്നത്. നിങ്ങൾ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിലും VPN ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ കയറുക. ഇവിടെ ഞാൻ ഇപ്പോൾ US വെസ്റ്റിലെ ഒരു സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതുപോലെ നിങ്ങൾ US-ലോ UK-ലോ ഉള്ള ഏതെങ്കിലും ഒരു പ്ലേസ് കൊടുത്തിട്ട് VPN കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ക്യാപ്കട്ടിലോട്ട് പോവുക. ക്യാപ്കട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ 2 വീഡിയോസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ 2 ക്ലിപ്പ് കാണാം. സോ ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സോ എഡിറ്റ് എന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം സ്പ്ലിറ്റ്, സ്പീഡ്, അനിമേഷൻസ്, എഫക്ട്സ്, ഡിലീറ്റ്, എൻഹാൻസ് വോയിസ്, ഐസൊലേറ്റ് വോയിസ്, റീടച്ച്, റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, ക്യാമറ ട്രാക്കിംഗ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ആണ്. സോ ഇതൊക്കെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആണ്. സ്പ്ലിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വീഡിയോനെ കട്ട് ചെയ്യാനായിട്ടാണ്. സോ എനിക്ക് ഈ വീഡിയോൻ്റെ പകുതിയിലൊന്ന് കട്ട് ചെയ്യണം. സോ ഈ ഒരു വീഡിയോൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ഭാഗം ആവശ്യമില്ല. സോ എനിക്ക് ആ ഒരു ഭാഗം റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം മാത്രം റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു കട്ട് ചെയ്ത ഭാഗം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട വീഡിയോൻ്റെ അപ്പുറത്തോട്ട് ഇടാൻ, അങ്ങനത്തെ ഈ യൂസാണ് നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് ബട്ടൺ കൊണ്ട് വരുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് സ്പീഡാണ്. സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിൽ നോർമലും കർവും അതുപോലെ തന്നെ വെലോസിറ്റി എഫക്ട്സ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസാണ് വരുന്നത്. 3 ഞാൻ പറഞ്ഞുതരാം. നോർമൽ എന്ന് പറയുന്നത് നമുക്ക് നോർമലായിട്ട് വീഡിയോൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അടിയിൽ സ്മൂത്ത് സ്ലോമോ എന്ന് കാണാം. ഇതിൽ നിങ്ങൾ ബെറ്റർ ക്വാളിറ്റി കൊടുത്തിട്ട് ടിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഗ് ഇല്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ലോ മോഷൻ അല്ലെങ്കിൽ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് കർവാണ്. കർവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം കർവുകൾ കാണാനായിട്ട് പറ്റും. സോ നോർമലി പ്രൊഫഷണൽ വീഡിയോ എഡിറ്റേഴ്സൊക്കെ കർവിൽ കസ്റ്റം കർവ് യൂസ് ചെയ്തിട്ടാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യാറ്. ഇതിൽ നമുക്കിപ്പോൾ എൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് ഭാഗം എനിക്ക് സ്പീഡ് വേണം എന്നാൽ ഫസ്റ്റിലെ ഒരു 2 സെക്കൻഡ് സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ 2 സെക്കൻഡ് ചെയ്ത് അത് ഇതുപോലെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പീഡ് ഇതൊന്ന് മേലോട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഭാഗം സ്പീഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് എനിക്ക് സെൻറ്ററിൽ എത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ സെൻറ്റർ ഭാഗത്തുള്ള ആ ഒരു പോയിന്റ് ജസ്റ്റ് ഡൗൺ ആക്കി കൊടുക്കാം.
അപ്പോൾ അവിടെ എത്തുമ്പോൾ ആ ഒരു വീഡിയോ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണാം. സോ എനിക്ക് ലാസ്റ്റ് വീണ്ടും സ്പീഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോ ആ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗം ഭയങ്കര സ്പീഡാവും. സോ നിങ്ങൾക്കിപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് എല്ലാ ബട്ടൺസും ഒന്ന് പറഞ്ഞു പോവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് കാണാം. ഇതെല്ലാം കർവിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വെലോസിറ്റി എഫക്റ്റ് ആണ്. അത് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് എനിമേഷൻസ് കാണാം. അപ്പോൾ എനിമേഷൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിമേഷൻസ് നമുക്ക് ഇന്ന്, ഔട്ട്, കോംബോ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷൻസാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇതാ ഇന്ന് എന്നുണ്ട്. നമുക്കിവിടെ ഫെയ്ഡിൻ, അതായത് ഫെയ്ഡിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ വരുന്നുണ്ടോ അതുപോലെ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സൂം ഔട്ട് എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സൂം ഔട്ട് എഫക്റ്റ് കൊടുക്കാം. അത് എത്ര സെക്കൻഡ്, അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ അടിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 4 സെക്കൻഡ് എടുത്തിട്ടാണ് എനിക്ക് സൂം ഔട്ട് ആയി വരേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് സെലക്ട് ചെയ്തിട്ട് 4 സെക്കൻഡ് ആക്കി കൊടുത്താൽ മതി ഇവിടെ. ഇതുപോലെ തന്നെ വീഡിയോ അവസാനിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബ്ലാക്ക് സാധനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഫെയ്ഡ് ഔട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇതുപോലെ ഇതിൽ കോംബോ വരുന്നുണ്ട്. കോംബോ എന്ന് പറയുന്നത് വീഡിയോൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള എനിമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോംബോ. അതിൻ്റെ ഡ്യൂറേഷൻ നമുക്കിവിടെ അടിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് വരുന്ന ബട്ടൺ എന്ന് പറയുന്നത് എഫക്ട്സ് ആണ്. എഫക്ട്സിൽ നമുക്ക് 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. വീഡിയോ എഫക്ട്സ്, ബോഡി എഫക്ട്സ്, സ്റ്റൈല്, AI എഫക്ട്സ്. ആദ്യം നമുക്ക് വീഡിയോ എഫക്ട്സ് എന്താണെന്ന് പറഞ്ഞുതരാം. വീഡിയോ എഫക്ട്സിൽ ഇതുപോലെ നമുക്ക് കുറേ അധികം എഫക്റ്റുകൾ അവൈലബിൾ ആണ്. ഇതെല്ലാം ക്യാപ്കട്ടിൻ്റെ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള എഫക്ട്സ് ആണ്. നമ്മളിതിൽ എഫക്ട്സ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ കുറേ അധികം എഫക്ട്സ് ഉണ്ട്. നമുക്കിതെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, കുറേ അധികം എഫക്ട്സ് നമുക്ക് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക, യൂസ് ചെയ്യുക. സോ എഫക്ട്സ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരും. സോ ഇത് നമ്മൾ വീഡിയോയിലോട്ട് എഫക്റ്റ് കൊടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ എഫക്ട്സ്. ഇനി നമുക്ക് നമ്മളെ ബോഡിയിൽ മാത്രം ഒരു എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബോഡിയിൽ മാത്രം എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡി എഫക്ട്സ് എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് സെലക്ട് കണ്ടോ, അതിൻ്റെ ബോഡിയിൽ മാത്രമാണ് എഫക്റ്റ് വരുന്നത്. ഇതുപോലെ ബോഡി മാത്രം നമുക്ക് എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു ബോഡി എഫക്ട്സ് യൂസ് ചെയ്യാം. സ്റ്റൈലും അതുപോലെ തന്നെ AI എഫക്ട്സും നമ്മൾ പിന്നീട് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ക്യാപ്ഷൻസ് വരുന്നുണ്ട്. സോ നമ്മുടെ വീഡിയോസിൽ ക്യാപ്ഷൻസ് ആഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് മാനുവലി ടൈപ്പ് ചെയ്ത് ക്യാപ്ഷൻസ് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, ആഡ് ചെയ്യാൻ റിസ്ക് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓട്ടോ ക്യാപ്ഷൻസിൻ്റെ ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ വീഡിയോൻ്റെ ഓഡിയോ ഓട്ടോമാറ്റിക് ഈ ഒരു ക്യാപ് കട്ട് എന്ത് ചെയ്യും, അത് റെക്കോർഡ് ചെയ്തെടുത്ത് അതിൻ്റെ പറ്റിയ ക്യാപ്ഷൻസ് നമുക്ക് തരും. നോർമലി നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാലാണ് അധികം ക്യാപ്ഷൻസ് കിട്ടാറ്. അതുപോലെ തന്നെ നമുക്ക് ക്യാപ്ഷൻസിൽ കുറേ അധികം ടെംപ്ലേറ്റ്സ് എല്ലാം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. സോ ഇത്രയാണ് നമ്മളെ ക്യാപ്ഷൻസിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാപ്ഷൻസ് ഇമ്പോർട്ട് ചെയ്യാൻ, നമ്മളെ ഫോണിലുള്ള ക്യാപ്ഷൻസ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ സോങ്ങിൻ്റെ ഒക്കെ ക്യാപ്ഷൻസ് അല്ലെങ്കിൽ ലിറിക്സൊക്കെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു ക്യാപ്ഷൻസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ആസ്പെക്ട് റേഷ്യോ ആണ്. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ടിക്ടോക്കിലൊരു വീഡിയോ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 9:16 ആണ്. സോ എന്ത് ചെയ്യുക, 9:16 സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്ടോക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ റേഷ്യോ ഇവിടെ സെറ്റായി കിട്ടും. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പോസ്റ്റിൻ്റെ സൈസിലൂടെ നിങ്ങൾക്ക് കാണാം 1:1 റേഷ്യോയിൽ. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റിൻ്റെ റേഷ്യോയിലോട്ട് ആ ഒരു വീഡിയോ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ 16:9 ആണ് റേഷ്യോ വരുന്നത്. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യാം. അങ്ങനെ കുറേ അധികം റേഷ്യോസ് സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിൽറ്ററാണ്. ഫിൽറ്റർ നമുക്ക് നമ്മളെ വീഡിയോസിന് നോർമലി അറിയാലോ ഫിൽറ്റർ എന്താണെന്ന് അറിയാലോ. സോ അതുപോലെ ക്യാപ്കട്ട് ഇൻബിൽഡ് ആയിട്ട് കുറേ അധികം ഫിൽറ്റേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിൽറ്റേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമ്മൾ വീഡിയോസിലോട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ നല്ല ക്വാളിറ്റി എല്ലാം കൂട്ടാനോ അല്ലെങ്കിൽ ഒരു കളർ ഗ്രേഡ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഫിൽറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനാണ്. അഡ്ജസ്റ്റിൽ നമുക്ക് ഇതുപോലെ ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ക്യാപ്കട്ട് തന്നെ നമ്മുടെ വീഡിയോസിനെ നോർമലി അഡ്ജസ്റ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ നമുക്ക് കളർ കറക്ഷൻ ചെയ്യാം. അതുപോലെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ കുറക്കാം. അങ്ങനത്തെ കുറേ അധികം ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. സോ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കളർ ഗ്രേഡിങ്, നമ്മൾ വീഡിയോസിൻ്റെ ക്വാളിറ്റി കൂട്ടാനും കുറക്കാനും അങ്ങനത്തെ സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അഡ്ജസ്റ്റും ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫിൽറ്റേഴ്സും അഡ്ജസ്റ്റും പറഞ്ഞു. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ സ്കെൽട്ടൻ്റെ, ഇപ്പോൾ നമ്മളെ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആണല്ലോ സ്കെൽട്ടൻ്റെ ആ ഒരു ഇമോജി വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇത് വേണം യൂസ് ചെയ്യാം. ഇതുപോലെ കുറേ അധികം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള, അതുപോലെ ടെംപ്ലേറ്റ്സ് ആണ് ഇതിൽ മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലത്തെ കുറേ അധികം ടെംപ്ലേറ്റുകൾ നമുക്ക് ഈ ഒരു സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷനിൽ അവൈലബിൾ ആണ്. നമുക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് നെക്കി കൊടുത്ത് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് എന്ന ഒരു സാധനം അവിടെ വരും. അപ്പോൾ ഇതുപോലെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ഇടുന്നവർക്ക് സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷനും നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ നമുക്ക് പിന്നെ
വരുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നമ്മളെ ഈ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഒറ്റ വീഡിയോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ വേണ്ട. ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇനി നമുക്കിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കുറച്ചും കൂടി ഫീച്ചേഴ്സ് നമുക്കുണ്ട്. വോയിസിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വോയിസിൻ്റെ കാര്യങ്ങൾ പറയുന്നത് എൻഹാൻസ് വോയിസ് ഉണ്ട്. അതായത് നിങ്ങളുടെ വോയിസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസ് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ എൻഹാൻസ് വോയിസ്. അപ്പോൾ നിങ്ങളുടെ വോയിസ് നല്ല രീതിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെ ഐസൊലേറ്റ് വോയിസ്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ആ ഒരു വീഡിയോയിലെ വോയിസ് മാത്രം കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു മ്യൂസിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് നമുക്ക് ഇതിൽ നോക്കിയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ ഒരു ഓപ്ഷനാണ് ഐസൊലേറ്റ് വോയിസ്. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് റീടച്ച് വരുന്നുണ്ട്. നമ്മളെ ഫേസിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, നമുക്കൊന്ന് ഒരു മേക്കപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫേസിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ കാണുന്ന ഓപ്ഷന്. സോ ഈ ഒരു കാണുന്ന ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഫേസ് ചേഞ്ചസ് വരുത്താം. അതുപോലെ തന്നെ നമുക്ക് ബോഡിയിലും ചേഞ്ചസ് വരുത്താം. അതായത് നിങ്ങളിപ്പോൾ കുറച്ച് തടിച്ച് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മെലിന് ഉള്ളൊരു ബോഡി ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് മെലിനിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് തടിച്ച ബോഡി ആക്കാൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഓപ്ഷൻസൊക്കെ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് എനിക്കിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം, എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് വേണം, എനിക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഓട്ടോ റിമൂവൽ, കസ്റ്റം റിമൂവൽ, ക്രോമാക്കി എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് ഓട്ടോ റിമൂവലാണ്. ഓട്ടോ റിമൂവൽ ക്യാപ്കട്ട് ഓൾറെഡി എന്ത് ചെയ്യും, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിൽ ബോഡീനെ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്ത് ഓട്ടോമാറ്റിക്കായി റിമൂവ് ചെയ്ത് തരും. വേറെ വരുന്നത് കസ്റ്റം റിമൂവലാണ്. അതായത് നമുക്കിപ്പോൾ നമ്മളെ ബോഡിയും അതുപോലെ ഇപ്പോൾ എനിക്ക് ഈ ഒരു സൈഡിലുള്ള ഈ ബുക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, റിമൂവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബുക്സും എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂടെ റിമൂവ് ആവാതെ എനിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് ക്യാമറ ട്രാക്കിംഗ് ആണ്. ക്യാമറ ട്രാക്കിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫേസ്, ബോഡി, ഹാൻഡ് എല്ലാം ട്രാക്ക് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഫേസ് ട്രാക്ക് ചെയ്യണം. അതായത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഫേസ് എങ്ങോട്ടാണ് മൂവ് ആവുന്നത് അതനുസരിച്ച് ക്യാമറയിൽ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരാനാണ് നമ്മൾ ഈ ഒരു ക്യാമറ ട്രാക്കിംഗ് ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഷോർട്സിലൊക്കെ നമ്മൾ കുറേ കണ്ടുവരുന്നതാണ്. കുറേ പേര് ഈ ഒരു ക്യാമറ ട്രാക്കിംഗ് സംഭവം ചെയ്തിട്ടുണ്ടോ കണ്ടോ, ഫേസിനനുസരിച്ച് നമ്മളെ ക്യാമറ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് എങ്ങോട്ടാണ് മൂവ് ആവുന്നത് അതിനനുസരിച്ച് ക്യാമറ ഒന്ന് ട്രാക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാമറയിൽ ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, ഫേസും ലോക്ക് ആയിക്കോട്ടെ. ഇതുപോലെ നമുക്ക് ക്യാമറ ട്രാക്കിങ്ങിൽ നമ്മളെ ബോഡി ട്രാക്ക് ചെയ്യാം, ബോഡി ഉണ്ട്, ഹാൻഡ്സ് ട്രാക്ക് ചെയ്യാൻ. കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ മൈക്ക് മാത്രം ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടുവച്ചാൽ, ഈ ഒരു ബോക്സ് ഒന്ന് കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് ആ ഒരു മൈക്ക് മാത്രം ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇവിടെ AI മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് AI എന്ത് ചെയ്യും, നമ്മളെ വീഡിയോസിന് പറ്റിയിട്ടുള്ള ക്യാമറ ട്രാക്കിംഗ്, അതായിട്ട് ഡൈനാമിക് വരുന്നുണ്ട്, സൂം മൂവ്മെൻറ്റ് വരുന്നുണ്ട്, അങ്ങനത്തെ 3-4 മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. സോ ഈ ഒരു ക്യാമറ ട്രാക്കിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിഫറൻറ്റ് വീഡിയോ ആയിട്ട് ചെയ്ത് തരും കേട്ടോ. സോ ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ, ഈ ഒരു ഓപ്ഷൻസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഈ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ വല്ലാതെ എല്ലാ ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെയധികം ലെങ്തി ആവും. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വോളിയം ബട്ടണാണ്. നമ്മൾ വീഡിയോസിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഒരു വോളിയം ബട്ടൺ മെയിൻലി യൂസ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ട്രാൻസ്ഫോം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോസിൻ്റെ റേഷ്യോ ചേഞ്ച് ചെയ്യാനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള റേഷ്യോസ് സെറ്റ് ചെയ്യാം, നിങ്ങളുടെ വീഡിയോസിനെ റൊട്ടേറ്റ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓട്ടോ റീഫ്രെയിം, അതായത് നിങ്ങളുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഫ്രെയിമിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്കട്ട് തന്നെ റീഫ്രെയിം ചെയ്ത് തരും. പിന്നെ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ ഈ ഒരു 9:60 എന്ന റേഷ്യോയിലോട്ട് മാറ്റുകയാണ്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, അത് കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു റേഷ്യോയിലോട്ട് അത് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇതിന് നമ്മൾ ഓട്ടോ റീഫ്രെയിം എന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് പറഞ്ഞു, ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. സോ നമുക്ക് നെക്സ്റ്റ് വരുന്നത് റീലൈറ്റ് എന്ന ഓപ്ഷനാണ്. റീലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അഡീഷണൽ ലൈറ്റിംഗ് കൊണ്ടുവരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റിംഗ് കണ്ടോ, ഇതുപോലെ നമുക്ക് ലൈറ്റിംഗ് കൊണ്ടുവരാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലോട്ട് ആ ഒരു ലൈറ്റിംഗ് വേണം, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലോട്ട് മാത്രം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാണിച്ചു തരാം, വേണ്ട അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് മാത്രം ആ ഒരു ലൈറ്റിംഗ് വന്നത് കണ്ടോ. സോ ഇതുപോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനാണ്, ഇതുപോലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു റീലൈറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു റീലൈറ്റ് ഓപ്ഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓവർലേ ആണ്. ഓവർലേ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു മെയിൻ വീഡിയോൻ്റെ ഒപ്പം നമ്മൾ തൊട്ടടിയിലോട്ടൊക്കെ ഇടാനായിട്ടും അതുപോലെ തന്നെ കട്ടോ ട്രാൻസിഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക്
യൂസ്ഫുള്ളാണ് ഈ ഓവർലേ ബട്ടൺ. ഇപ്പോൾ എനിക്കിതാ ഈ ഒരു ഫസ്റ്റ് വീഡിയോൻ്റെ തൊട്ടടിയിലോട്ട് ഇടണം. എന്നിട്ടിപ്പോൾ എനിക്ക് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇതുണ്ടോ, ഈ വീഡിയോൻ്റെ പകുതി എനിക്കിവിടെ വേണം, ഈ വീഡിയോൻ്റെ പകുതി എനിക്ക് മേലെ വേണം, ഈ വീഡിയോ ഇത്ര വേണം. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഓവർലേ നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കിതാ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അതായത് നിങ്ങൾ ഈ വൈൻസ് വീഡിയോസ് കണ്ടിട്ടുണ്ടോ, ഒരാൾ തന്നെ 2 പേരായിട്ട് അഭിനയിക്കുന്ന വീഡിയോസിലൊക്കെ നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഈ ഒരു സാധനം, പിന്നെ മാസ്കിങ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ തന്നെയാണ്. സോ ഞാനത് പറഞ്ഞു തന്നു. നെക്സ്റ്റ് നമുക്ക് ഇവിടെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഓവർലേ പറഞ്ഞു, മാസ്കിങ് ആണ്. മാസ്കിങ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളെ വീഡിയോസിനെ ഇതുപോലെ ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെ ഇത്ര മതി, എനിക്ക് ഈ ഒരു ഭാഗം സെൻറ്റർ ഭാഗം മാത്രം മതി എന്നുണ്ടെങ്കിൽ എനിക്കൊരു സെൻറ്റർ ഭാഗം മാത്രം എടുക്കാം, എനിക്ക് അടിയിൽ വേറെ വീഡിയോസ് കൊടുക്കാം. അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിന് ഇതുവരെ മതിയെങ്കിൽ എനിക്ക് ഈ ഒരു മാസ്കിങ് യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റാറിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർ എന്ന് പറഞ്ഞ സാധനം സെറ്റ് ചെയ്യുക, നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമുക്ക് എന്താണോ അവിടെ സെലക്ട് ചെയ്യേണ്ടത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ വീഡിയോസിൽ ഇങ്ങനൊരു സാധനം കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ഇതിനെ ജസ്റ്റ് പറഞ്ഞു തന്നേന്നുള്ളൂ. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ പറയുന്നതായിരിക്കും. സോ പിന്നീട് നമുക്ക് പറയാനായിട്ടുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷനാണ്. അതായത് ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിലാണ് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അതിൽ നമുക്ക് വേറെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നെക്സ്റ്റ് റീപ്ലേസ് ബട്ടനാണ്. അതായത് എനിക്ക് ഈ ഒരു വീഡിയോ റീപ്ലേസ് ചെയ്തിട്ട് എൻ്റെ ഗാലറിയിലുള്ള വേറൊരു വീഡിയോ എന്ത് ചെയ്യണം, എനിക്കിതിലോട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിതാ ജസ്റ്റ് ഇതുപോലെ റീപ്ലേസ് നിൽക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക, ഇത്രേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. എക്സ്ട്രാക്റ്റ് ഓഡിയോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ള വോയിസ്, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉള്ള ഓഡിയോ നമ്മൾ എന്ത് ചെയ്യണം, അത് വീഡിയോ നമ്മൾ ഓഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അപ്പോൾ എനിക്ക് എന്ത് ചെയ്ത് ആ ഒരു വീഡിയോ ആ ഒരു ഓഡിയോ മാത്രമായിട്ട് എനിക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാക്റ്റ് ഓഡിയോ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്താൽ പറയൂട്ടോ നിങ്ങൾ. ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള ഒന്നും അറിയാത്തവർക്ക് പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഷോർട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതിൽ വല്ലാതെ ലാഗാക്കാതെ. സോ നമ്മൾ എക്സ്ട്രാക്റ്റ് ഓഡിയോ പറഞ്ഞു. ഇനി മോഷൻ ബ്ലറാണ്. മോഷൻ ബ്ലറെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരും. പിന്നെ സ്റ്റെബിലൈസ് ആണ്. സ്റ്റെബിലൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വീഡിയോസ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന നേരത്ത് നമ്മളെ വീഡിയോസ് ഭയങ്കര ഷെയ്ക്കിംഗ് ആണ്. അതുപോലെ നമ്മുടെ വീഡിയോസിന് നമ്മൾ ഈ വീഡിയോ എടുത്ത സമയത്ത് കൈയെല്ലാം മറച്ച് നല്ല ഷെയ്ക്കായ വീഡിയോസാണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെബിലൈസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ വീഡിയോസ് എന്ത് ചെയ്യാം, സ്റ്റേബിളാക്കി കൊണ്ടുപോകാം. ഇതിൽ ജസ്റ്റ് മോസ്റ്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ റെക്കമെൻഡഡ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ വീഡിയോസിൽ എന്തെങ്കിലും ഷെയ്ക്കിംഗ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെബിലൈസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ക്കിങ് കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റും. നമുക്ക് ഒപ്പാസിറ്റി എന്താണെന്ന് പറഞ്ഞുതരാം. ഒപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളെ വീഡിയോസ് എത്ര രീതിയിൽ കാണിച്ചു തരാം. ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റത്തില്ല. ഒപ്പാസിറ്റി കുറച്ച് കൂട്ടുമ്പോൾ നമുക്ക് വീഡിയോ എത്രത്തോളം വിസിബിൾ ആകുന്നു എന്നുള്ളതാണ് ഒപ്പാസിറ്റി. നമ്മൾ വിസിബിലിറ്റി വീഡിയോൻ്റെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒപ്പാസിറ്റി എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് റിവേഴ്സ് ആണ്. നമ്മളുടെ വീഡിയോനെ ഡയറക്റ്റ് റിവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ നോർമലി സംസാരിക്കുന്ന വീഡിയോ അത് നേരെ റിവേഴ്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയത്. സോ വീഡിയോസ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവേഴ്സ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്രീസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഫ്രീസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ഈ ഒരു ഫ്രെയിം ഈ മൈക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു ഫ്രെയിം എനിക്ക് വേണം, ഒരു ഫോട്ടോ ആയിട്ട് വേണം. അപ്പോൾ ഫോട്ടോ ആയിട്ട് ഈ ഫ്രീസും ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിം മാത്രമേ എനിക്ക് കിട്ടിക്കണ്ട. ഇതൊരു ജസ്റ്റ് ഒരു ഫോട്ടോ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഫ്രെയിം മാത്രം നമുക്ക് അവിടെ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫ്രീസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് അൺമ്യൂട്ട് ആക്കാൻ വീഡിയോസ് എല്ലാം ഒറ്റയടിക്ക് മ്യൂട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് തന്നെ വീഡിയോസ് എല്ലാം ഒപ്പം മ്യൂട്ടാകും. അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം ഒപ്പം അൺമ്യൂട്ട് ചെയ്യണം. എല്ലാ വീഡിയോസും ഒപ്പം അൺമ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് കീ ഫ്രെയിംസ് ആണ്. കീ ഫ്രെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഈ ഒരു കീ ഫ്രെയിമിൽ എന്താണ് ഈ ഒരു ഇത് മതി. ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗത്ത് ഈ വീഡിയോ എത്തുമ്പോൾ കുറച്ച് സൂം ആവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സൂം ആക്കി കൊടുക്കാം. പിന്നെ കണ്ടോ, ഇപ്പോൾ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കീ ഫ്രെയിം എത്തുന്നത് വരെ ഈ വീഡിയോ സൂം ആവും. എനിക്ക് ലാസ്റ്റ് എത്തുമ്പോൾ വീണ്ടും സൂം ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കീ ഫ്രെയിം സെറ്റ് ചെയ്യുക, സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഒന്ന് സെൻറ്ററിൽ എത്തുമ്പോൾ വീഡിയോ സൂം ആവും, പിന്നീട് ലാസ്റ്റ് കീ ഫ്രെയിം എത്തുമ്പോൾ നോർമലി സൂം ഔട്ട് ആവും. സോ ഇതിനാണ് നമ്മൾ കീ ഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും കേട്ടോ. സോ ഇനി നമുക്കിവിടെ 2 ഓപ്ഷനും കൂടെ ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ട്. സോ അതും കൂടി പറഞ്ഞുതരാം. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഓഡിയോ ആഡ് ചെയ്യാനും മ്യൂസിക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് സൗണ്ട്സ്, കോപ്പിറൈറ്റ്, സൗണ്ട് എഫക്ട്സ്, എക്സ്ട്രാക്റ്റ്, ടെക്സ്റ്റ് ടു ഓഡിയോ, റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5-6 ഓപ്ഷൻസ് എനിക്ക് ഇവിടെ കാണും. സൗണ്ട്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് നമ്മൾ ക്യാപ്കട്ടിൽ ഓൾറെഡി ഉള്ള നമുക്ക് കുറച്ച് സോങ്സും അതുപോലെ തന്നെ
സൗണ്ട് എഫക്ട്സ് നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഒരു ഫയൽസിൻ്റെ ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാക്റ്റ് ഓഡിയോ ഫ്രം വീഡിയോ എന്ന് കാണാം. അതായത് ഈ വീഡിയോയിലുള്ള ഒരു സൗണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്യാപ്കട്ടിലോട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്കട്ടിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിവൈസ് എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾ ഡിവൈസിൽ ഫയൽസിൽ നിങ്ങളിപ്പോൾ ഒരു വോളിയം അല്ലെങ്കിൽ ഒരു സൗണ്ട് എഫക്ട്സ് ഒരു മ്യൂസിക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാപ്കട്ടിലോട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇതിൽ ഓപ്പൺ എന്ന് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിതിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് എന്നിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയിലോട്ട് ആ ഒരു സൗണ്ട് എഫക്ട്സ് ആഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് ഇവിടെ ആഡ് ആവും. സോ ഇതാണ് നമ്മൾ സൗണ്ട്സിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു മിനിറ്റിലേക്ക് കൂടുതലുള്ള വീഡിയോസിലൊക്കെ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ ആട്ടോ നമ്മുടെ ഈ ഒരു കോപ്പിറൈറ്റ് ഓപ്ഷൻ. പിന്നെ വരുന്നത് നമ്മളെ സൗണ്ട് എഫക്ട്സ് ആണ്. സൗണ്ട് എഫക്ട്സിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറേയധികം SFX ഇതുപോലെയുള്ള കുറേയധികം SFX നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ക്യാപ്കട്ടിൽ തന്നെ ഇൻബിൽഡായിട്ട് വരുന്ന കുറേയധികം സൗണ്ട് എഫക്ട്സ് ആണ്. നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളുടെ വീഡിയോസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് വരുന്നത് ഒരു എക്സ്ട്രാക്റ്റ് ആണ്. എക്സ്ട്രാക്റ്റിന് ഓൾറെഡി പറഞ്ഞു, നമ്മൾ വീഡിയോയിലുള്ള ഏതെങ്കിലും വീഡിയോസിലെ ഓഡിയോ എനിക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓഡിയോ ഇതിലോട്ട് എക്സ്ട്രാക്റ്റ് ആവും. പിന്നെ നമ്മളുടെ ടെക്സ്റ്റ് ടു ഓഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് AI വെച്ചിട്ട് എന്തെങ്കിലും പറയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള ആ ഒരു സാധനം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്ലെയിൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട വോയിസ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു AI നിങ്ങൾ ടൈപ്പ് ചെയ്ത ഒരു സാധനം പറഞ്ഞിട്ട് റെക്കോർഡായി ഓൾറെഡി നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്നത് നമുക്ക് റെക്കോർഡ് ബട്ടനാണ്. റെക്കോർഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റെക്കോർഡ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് വോയിസ് ഓവറും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാം. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഓഡിയോ ഭാഗം വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റിൽ നമുക്ക് ആഡ് ടെക്സ്റ്റ്, സ്റ്റിക്കേഴ്സ്, ഓട്ടോ ക്യാപ്ഷൻസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്നാലും നമ്മൾ ടെക്സ്റ്റിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് ആഡ് ടെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റും നിങ്ങൾക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ടെംപ്ലേറ്റ്സ് എന്ന ഓപ്ഷനാണ് ആദ്യം കാണുക. എനിക്കിവിടെ കുറേ അധികം ടെംപ്ലേറ്റ് ഉണ്ട്. ഇവിടെ ക്രിസ്മസിൻ്റെ ഒരു ടെംപ്ലേറ്റ് എനിക്ക് ഇവിടെ കാണാം, അല്ലെങ്കിൽ ഇതുപോലെ കുറേ അധികം ടെംപ്ലേറ്റ് ഉണ്ട്. ബാക്കി കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാം. ഇതെങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഈ സൗണ്ട് എഫക്ട്സ് ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കത്തില്ല. സോ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫോണ്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ഫോൺസ് ക്യാപ്കട്ടിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഫോണ്ടുകൾ കുറേ അധികം ഇതിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ ഫയൽസിൽ നിന്ന് ഇതുപോലെ ഫോൺസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ആഡ് ഓപ്ഷനൊക്കെ മൈ ഫോൺസ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫോൺസൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. മലയാളം ഫോൺസും അങ്ങനത്തെ ഫോൺസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റൈൽസ് ആണ്. സ്റ്റൈൽസിൽ നമുക്ക് ഇതുപോലെ കളേഴ്സ്, നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ഇതുപോലെ കുറേ അധികം ടെക്സ്റ്റിന് കുറേ ടെംപ്ലേറ്റ് പോലെ സംഭവങ്ങളുണ്ട്. ഇവിടെ സ്ട്രോക്ക്, നമ്മളെ ടെക്സ്റ്റിന് സ്ട്രോക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം, ഷാഡോ സെറ്റ് ചെയ്യാം, സ്പേസിങ് കൊടുക്കാം, ബോൾഡൊക്കെ ഇറ്റാലിക്കൊക്കെ ആക്കാൻ ടെക്സ്റ്റ് അങ്ങനത്തെ കുറേ വരുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റിന് ഇതുപോലെ കുറേ അധികം ടെംപ്ലേറ്റ്സ് വീണ്ടും ഇവിടെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാം. പിന്നെ ടെക്സ്റ്റിൻ്റെ ആനിമേഷനാണ് വരുന്നത്. ആനിമേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിവിടെ ഇതുപോലെ കണ്ടോ കുറേ അധികം ആനിമേഷൻസ് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വരണം, ഇതുപോലെ അങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, എനിക്കിപ്പോൾ ഈ ഒരു ഷോവിങ് അപ്പ് എന്ന ആനിമേഷൻ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇതാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇത് അവസാനിക്കുമ്പോൾ ഈ ഒരു ടെക്സ്റ്റ് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഫെയ്ഡ് ഔട്ട് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ആനിമേഷൻസിൽ ഔട്ടിൽ പോയി സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. നമുക്കിവിടെ കുറേ പ്രീസെറ്റ്സ് ടെക്സ്റ്റിന് പറ്റിയ ടെക്സ്റ്റിനുള്ള പ്രീസെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോ ഇത്രയാണ് നമ്മൾ ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ നമുക്കിവിടെ ടെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ, ഡിലീറ്റ് ചെയ്യാൻ, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലൈനേറ്റഡ് വേർഷൻസ് ആയിരിക്കും നെക്സ്റ്റ് പാർട്ടിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ആൻഡ് ഞാനൊരു ട്രയലിന് വേണ്ടിയിട്ട് ഒരു റീല് നിങ്ങളൊപ്പം തന്നെ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഒപ്പം എഡിറ്റ് ചെയ്ത് നോക്കും ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീരീസിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം. ഞാൻ അതിന് റിപ്ലൈ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഈ ഒരു വീഡിയോൻ്റെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ കൂടെ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് തന്നെ വരും. സ്റ്റേ ട്യൂൺ. ബൈ ഗൈസ്.